ഇന്ന് നമുക്കൊരു ചിക്കൻ ഗ്രേവി ചിക്കൻ കറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാം. അതിനി നമുക്ക് 1 സ്പൂണ് തൈരിട്ട്, 1 സ്പൂണ് ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത്, ഇനി ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നന്നായി കുഴക്കണം. റെഡിയാക്കി നമുക്ക് ഇനി അതിന് തയ്യാറാക്കേണ്ട തൈരുണ്ട്, പൊട്ടുകടല അരച്ച് വെച്ചതുണ്ട്, മല്ലിച്ചപ്പ് അരച്ച് വെച്ചതുണ്ട്, പിന്നെ 1 ഉള്ളിയും 1 തക്കാളി. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ഒരു മേലെ കാണാനൊരു ഇതിന് വേണ്ടിയിട്ടാണ്. 1 പച്ചമുളക് എടുക്കും. ഓൾറെഡി നമ്മൾ എരിവ് ഇട്ടിന്. പിന്നെ മല്ലിച്ചപ്പ്, ലേശം കരിയാമ്പില. അന്ന് നമ്മൾ ഗ്രേവി മസാല ഉണ്ടാക്കി വെച്ചതുണ്ട്. അതിൻ്റെ അകത്ത് പല പല കറി പിന്നെ ആക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മസാലയിൽ തന്നെ ഈ ചിക്കൻ കറി നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുന്നത്. ആ മസാല ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇതിന് മസാല പ്രത്യേകിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണ്ട. ആ മസാലയിൽ ഗ്രേവി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇത് വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇതിനകത്ത് നമുക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും 1 പട്ട കഷ്ണം 1 പട്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3 ഇല്ലി വെളുത്തുള്ളി. അത് കൂടുതൽ വേണ്ട, നമുക്ക് ചിക്കൻ അത്രയേ ഉള്ളൂ. സാധനത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇടണ്ടു. ഒരു 3 ഇല്ലി വെളുത്തുള്ളി ഇങ്ങനെ കട്ടായി. അതിൽ ഇതിൻ്റെ ഒരു മല്ലി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടു കൊടുക്കുക. ഉള്ളി ഞാൻ 2 ഇതിൽ 1 ഉള്ളി തന്നെ പകുതി ചെറുതായിട്ടും ഇങ്ങനെ നല്ല കുറച്ച് വണ്ണത്തിൽ അതിൻ്റെ ഇതുമായിട്ട് എടുത്തിട്ടുണ്ട്. അത് കാണാനൊരു ഭംഗി, നല്ലൊരു ഭംഗി വേണ്ടിയിട്ടാണ്. തക്കാളിയാണ് കുറച്ച് വണ്ണത്തിൽ വേറൊരു ഇതിൽ മുറിച്ച് കൊടുത്തിട്ട് വേറെ ഇട്ടത്. അത് നിങ്ങൾക്ക് വണ്ണത്തിൽ ഏത് ഇതിലും വേണമെങ്കിൽ കട്ടാക്കാം. ഇതിട്ട് കൊടുക്കാം. ഇത് പച്ചമുളക് കുറച്ച് ഇത് വാടാനായിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ചിക്കൻ മസാല തിരക്കി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കിയതിന് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇടാൻ പാടുള്ളൂ. പിന്നെ ലൈറ്റായിട്ടൊന്ന് വാടാൻ കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച പൊട്ടുകടല, ഒരു 3/4 കോപ്പിൽ പൊട്ടുകടലയുണ്ട്. ഇതൊരു പച്ചച്ചോയ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പച്ചച്ചോയെല്ലാം ഒന്ന് മാറി എണ്ണ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ എണ്ണ വേണം ഇതിന്. ഞാൻ പിന്നെ കൂടുതലായിട്ട് എണ്ണ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വെച്ച ഗ്രേവി മസാല ഒന്നും കേടുകൂടാണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും വന്നില്ല. ഇതിന് നമുക്ക് 1 സ്പൂണ് ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരൊറ്റ കോക പോലത്തെ സ്പൂൺ കറി നമുക്ക് ഉണ്ടാക്കാം. മെഴുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കറികൾ അതിലുണ്ട്. ഉണ്ടാക്കി കൊടുക്കാം. നല്ല നന്നായി ഒന്ന് ഇത് വളർത്തി. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാലകൾ ഇതിൻ്റെ അകത്ത് മസാല നമ്മൾ പൊട്ടുകടലയും, പിന്നെ നമുക്കിതിന് കുറച്ച് എരിവ് വേണം. അപ്പോൾ ഇത് ഗ്രേവിയായിട്ട് ഇന്നും വേണം. ഇത് വേറെ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാൽ എന്നാലും ഒരു
അര സ്പൂൺ കുറച്ച് ചിക്കൻ മസാല. ഇനി ഒരു ശകലം അരച്ച് വെച്ച മല്ലി ചേർക്കും. മുക്കാൽ കപ്പ് തൈര്. ഒരു ചെറിയൊരു 1/4 സ്പൂണിലോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ല തൈരിൻ്റെയും നല്ല എണ്ണ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച ചിക്കൻ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നന്നായി ഇളക്കി ഇനി കശുവണ്ടിയാണ് ഏറ്റവും നല്ലത്. പൊട്ടുകടലേനെക്കാട്ടി നല്ല കശുവണ്ടിയാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിന് വെള്ളം വെക്കുമ്പോൾ ചിക്കന് പിടിക്കുന്നവരെ തുറന്നു ചിക്കനൊന്ന് ആവശ്യത്തിന് ചിക്കൻ വെള്ളത്തൊക്കെ കട്ടിയായിട്ടുള്ള എല്ലാത്തിനും മല്ലിച്ചപ്പ് എല്ലാം അരച്ചതിൻ്റെ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അപ്പുറം വെള്ളം ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ചിക്കൻ തുറന്ന് നോക്കാം. നല്ല സൂപ്പറായി വറ്റി വന്നിട്ട് നല്ല എണ്ണ ആകുമ്പോൾ നമുക്ക് കുറച്ച് കരിയാമ്പലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം വറ്റി വന്നിട്ടുണ്ട്. കാണാൻ നല്ലതുണ്ട്. ഇനി നമ്മളെ ക്യാമറക്കാരൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. വീഡിയോ എടുക്കുന്നവർക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. നോക്കിയാൽ എങ്ങനെയുണ്ട്. സൂപ്പർ നല്ല സൂപ്പറാ. എല്ലാം കണക്കാ, എല്ലാ മസാലയും കണക്കാ. ഞാനും കൂടി നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഇനി ബാക്കി അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഇതിൻ്റെ പറയണ്ടേ. ഇനി ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റിക്കോട്ടെ. ചിക്കൻ തുറന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫാക്കാം. ഓഫായി കൊടുക്കാം. കാണാനുള്ള നല്ല ഇതുണ്ട്. ഇത് നല്ല പത്തരിയും ചോറും ചപ്പാത്തിയും വെള്ളാപ്പത്തിൻ്റെ ഒപ്പം എല്ലാം കഴിക്കാൻ നല്ല ഇതാണ്. ഇത് തേങ്ങ അരച്ചാൽ പോലും നമുക്ക് ഇത്ര കട്ടി കിട്ടില്ല. അത്രക്കും കട്ടിയാണില്ല. അത്രയും നല്ല കട്ടിയില്ല. ഇനി ഇത് തണിഞ്ഞ് വരുമ്പോൾ എന്നും ഉണ്ടാകും കട്ടി. നമ്മളധികം വെള്ളം ഒഴിച്ചില്ല, ആവശ്യത്തിനേ വെള്ളം ഒഴിച്ചിട്ട് തണിയും പെന്നും കട്ടിയില്ല. നല്ല കാണാനും നല്ലതുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലിടാം. അങ്ങനെ നമ്മളെ ചിക്കൻ്റെ ഗ്രേവി മസാല തൈരെല്ലാം കൂട്ടി, തൈരും പൊട്ട് കടലയെല്ലാം കൂട്ടി നല്ല ഒരുനാന്തരം സൂപ്പർ നല്ല കട്ടിയിലുള്ള കറിയാണ്. തേങ്ങ അരച്ചതിനെക്കാട്ടി നല്ല കട്ടി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അന്ന് ഉണ്ടാക്കിയ ഗ്രേവി മസാലയിലാണ് നമ്മൾ 3 കറികളോളാക്കി. എന്നും അത് ഒരുപാട് ഗ്രേവി ഉണ്ട്. ഇന്ന് നമുക്കൊരു 4 കറികൾ ട്രൈ ചെയ്യാം. അങ്ങനെയും അടുത്ത 3-4 നല്ല നല്ല ട്രിപ്പായിട്ട് ചിക്കൻ്റെ ആയിട്ടും സോയാബീൻ അങ്ങനെ പല പല ഇതായി കുക്കിങ്ങുമായിട്ട് ഞാൻ വരും. എല്ലാവരും വീഡിയോ കാണണം. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടും. പെട്ടെന്ന് നമുക്ക് വേണമെന്ന് വിചാരിക്കും. ഇതിലും നമുക്ക് പെട്ടെന്ന് മസാല മാത്രം ചേർത്തിട്ട് നിങ്ങൾക്ക് കറിയാക്കാൻ പറ്റും. എരിവ് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ചിലർക്ക് കുറവ് വേണ്ടി വരും, ചിലർക്ക് കൂടുതൽ. ഇതിൽ നമ്മൾ നല്ലോണം കുരുമുളകും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയും പച്ചമുളകെല്ലാം നന്നായി നല്ല എരിവുണ്ട്. നല്ലൊരു ടേസ്റ്റാണിത്. പ്രത്യേകം ഇത് പറഞ്ഞാലൊന്നും അറിയില്ല. പക്ഷേങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് പല കറീനെയും ടേസ്റ്റ് പല പല വ്യത്യസ്ത ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് എന്തായാലും ട്രൈ ചെയ്ത് വേണം. നിങ്ങളെല്ലാവരും കാണുന്ന ആൾ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്ത് പോകണം.
ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ടൂറിസ്റ്റ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കലും കൂടി താങ്ക് യു പറയുന്നു. നന്ദി.